IPC സെക്ഷൻ 326 മാരകമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത്. അപ്പോൾ IPC സെക്ഷൻ 326 പറയുന്നത് എന്താണ്? മാരകമായ ആയുധങ്ങളാലോ മറ്റ് മാർഗങ്ങളിലൂടെയോ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ. ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ, മരണം സംഭവിപ്പിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ, തീ കൊണ്ടോ, ചൂടുപിടിപ്പിച്ച എന്തെങ്കിലും പദാർത്ഥം കൊണ്ടോ, ഏതെങ്കിലും വിഷം കൊണ്ടോ, ക്ഷാരപദാർത്ഥം കൊണ്ടോ, സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും, മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും ജന്തുവിനെ കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും എന്താണ്? IPC സെക്ഷൻ 326 പ്രകാരം കുറ്റകരമായ ശിക്ഷയാണ്. അപ്പോൾ IPC സെക്ഷൻ 326 പ്രകാരം ശിക്ഷ എന്താണ്? ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും നൽകി ശിക്ഷ ചെയ്യും. IPC സെക്ഷൻ 326 പ്രകാരം ശിക്ഷ എന്താണ്? ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും ലഭിക്കും. അപ്പോൾ IPC സെക്ഷൻ 326 പറയുന്നത് എന്താണ്? മാരകമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ്. ആക്രമണത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണം മൂലമോ, മരണം സംഭവിപ്പിക്കാനിടയുള്ള ഏതെങ്കിലും ഉപകരണം മൂലമോ, തീ കൊണ്ടോ, ചൂടുപിടിപ്പിച്ച ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ, ഏതെങ്കിലും വിഷം കൊണ്ടോ, ക്ഷാരപദാർത്ഥം കൊണ്ടോ, സ്ഫോടക പദാർത്ഥം കൊണ്ടോ ശ്വസിക്കുകയോ വിഴുങ്ങുകയോ രക്തത്തിൽ കലർത്തുകയോ ചെയ്യുന്നതും, മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഏതെങ്കിലും പദാർത്ഥം കൊണ്ടോ ഏതെങ്കിലും ജന്തുവിനെ കൊണ്ടോ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും IPC സെക്ഷൻ 326 പ്രകാരം എന്താണ്? കുറ്റകരമായ ശിക്ഷയാണ്. ശിക്ഷ എന്താണ്? ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴയും. അപ്പോൾ IPC സെക്ഷൻ 326 പറഞ്ഞത് എന്താണ്? മാരകമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളിലൂടെയോ സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കൽ. IPC സെക്ഷൻ 326 പ്രകാരം ശിക്ഷ എന്താണ്? ജീവപര്യന്തം അല്ലെങ്കിൽ 10 വർഷം തടവ് ശിക്ഷയും കൂടാതെ പിഴയും.